CPO ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഇനി 2 മാസം കൂടെയാണ് ആകെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളത്. അപ്പോൾ നിലവിലെ ലിസ്റ്റിൽ നിന്നും വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതിനു മുന്നേ 2019 ഒരു റാങ്ക് ലിസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, 530/2019. അതിൽ ഏകദേശം 10,000-ഓളം ആളുകൾ 13,000-ഓളം ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ, ഏകദേശം 10,000-ഓളം ആളുകൾക്ക് ജോലി ലഭിച്ചിട്ടില്ല. അന്ന് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ പോയി ഒരുപാട് സമരങ്ങളൊക്കെ, ഒരുപാട് ദിവസം മണ്ണിലെഴഞ്ഞും മുട്ടുകുത്തിയും അതുപോലെ പുല്ല് തിന്നും അങ്ങനെ പലതരത്തിലുള്ള സമരമുറകൾ ചെയ്തിട്ടും സർക്കാർ അവർക്ക് വേണ്ട നിയമനങ്ങൾ നടത്തിയിട്ടില്ല. അതിനുശേഷം വന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ അന്ന് 13,000-ഓളം ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായത്. പക്ഷേ ഇന്നുള്ളത് അതിൻ്റെയൊക്കെ പകുതിയിലും കുറച്ച് ആളുകളാണ് ഇന്ന് റാങ്ക് ലിസ്റ്റിൽ, ഇപ്പോൾ ഉള്ള നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലുള്ളത്. അപ്പോൾ അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ റാങ്ക് ലിസ്റ്റ് കുറച്ചതിന് കാരണം മുഴുവൻ പേർക്കും നിയമനം കൊടുക്കാനാണ്. എന്താണ്, മറ്റേ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പോലെ ഒരുപാട് ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ട് വേക്കൻസി ഇല്ലാതെ കുറച്ച് ആൾക്കാർക്ക് മാത്രം നിയമനം നടത്തി റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്ന ഒരു പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്നായിരുന്നു അന്നത്തെ ഒരു വാദം കുറേ ആളുകളുടെ. അപ്പോൾ എന്നിട്ട് പോലും വളരെ ചെറിയ ലിസ്റ്റാണ് പല ബറ്റാലിയനുകളിലും ഇട്ടത്. 2000-നടുത്തൊക്കെ റാങ്ക് ലിസ്റ്റ് ഇട്ട ഒരു ബറ്റാലിയനാണ് MSP SIP പോലത്തെ മെയിൻ ലിസ്റ്റ് ഇട്ട ബറ്റാലിയനുകളായിരുന്നു. ആ ബറ്റാലിയനിലൊക്കെ ഇപ്പോൾ ഏകദേശം 700-800 റേഞ്ചിലാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത്. അതുപോലും കംപ്ലീറ്റ് എടുക്കാൻ ഇത്രയും മാസം കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഫസ്റ്റ് ബാച്ച് തന്നെ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിനടുത്തായിട്ടുള്ളൂ ഫസ്റ്റ് ബാച്ച്. കുറച്ച് ആളുകൾ വളരെ നല്ല നിയമനം നടക്കുന്ന ഒരു ബറ്റാലിയനാണ് SIP തിരുവനന്തപുരം. ആകെ 160-ന്റെ അടുത്തൊക്കെ നിയമനം മാത്രമാണ് ഇത്തവണ അവിടെ നടന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഓരോ ബറ്റാലിയനും എടുത്തു നോക്കിയാലും ഇത് തന്നെയാണ് സ്ഥിതി. 500 താഴെ ആളുകൾ മാത്രം ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റുകളും ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. അവിടെയൊന്നും കാര്യമായിട്ടുള്ള നിയമനങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 50% പോലും നിയമനം നടക്കാത്ത ബറ്റാലിയനാണ് ഭൂരിപക്ഷം ബറ്റാലിയനുകൾ. 7 ബറ്റാലിയനുകളിൽ ഉള്ളതിൽ ആകെ കുറച്ചൊരു നല്ല നിയമനം നടന്നത് ആകെ MSP മാത്രമാണ്. പക്ഷേ ഇത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, പണ്ടുള്ള റാങ്ക് ലിസ്റ്റ് പോലെയല്ല. ഇതിൽ നിന്ന് വെച്ചാൽ നല്ല മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. കാരണം കുറഞ്ഞ ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഉയർന്ന കട്ട് ഓഫ് വന്ന ഒരു സമയമായിരുന്നു ഈ ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്ത്. MSP ഒക്കെ 50 മാർക്കാണ് ഇതിനന്ന് വന്നത്. അതിനു മുന്നേ 2019 ലിസ്റ്റിൽ 33, 35 റേഞ്ചിലൊക്കെ മാർക്ക് വന്നപ്പോൾ പെട്ടെന്നായിരുന്നു ഈ ലിസ്റ്റിലെ ആൾക്കാരെ കുറയ്ക്കലും 50 കട്ട് ഓഫ് ഇല്ല. അന്ന് എല്ലാവരും പറഞ്ഞു 50 നല്ല മാർക്കാണ്, 700 ആളുകളൊക്കെ ലിസ്റ്റിൽ ഉണ്ടാവുക ഫിസിക്കൽ കഴിയുമ്പോൾ എന്തായാലും എല്ലാവർക്കും ജോലി കിട്ടുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ നടപടിയാവാൻ പോകുന്നില്ല. പലരും ഇതിന് പഠിച്ച ആളുകളൊക്കെ പലരും മടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്നൊരു 500 റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു റാങ്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്കൊന്നും തന്നെ ഒരു ബറ്റാലിയനും ജോലി കിട്ടിയിട്ടില്ല. MSP ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു ബറ്റാലിയൻ MSP. അവിടെ 400 ചില്ലാന നിയമനങ്ങൾ മാത്രമാണ് ഇപ്രാവശ്യം നടന്നിട്ടുള്ളത്. പല ഉദ്യോഗാർത്ഥികളും ലാസ്റ്റ് ഏജാണ് ഈ പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായത്. ജനറൽകാർക്ക് 26, അതുപോലെ തന്നെ OBC വിഭാഗക്കാർക്ക് 29 വരെയും ഒക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിലും ആ ഒരു ലാസ്റ്റ് ചാൻസിൽ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്തിയ ഉദ്യോഗാർത്ഥികളാണ്. ഈ 500 റാങ്കൊക്കെ എത്തുക എന്ന് വെച്ചാൽ തന്നെ ഏകദേശം 52, 54 ഒക്കെ മാർക്കുള്ള ആളുകളാണ് പല ബറ്റാലിയനിലും ഈ പറയുന്ന 500 ഉള്ളത്. ഏത് വലിയ ബറ്റാലിയനില്ല, ചെറിയ ബറ്റാലിയനിൽ കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞ മാർക്കുമാണ് കണ്ടിട്ടുള്ളത്. എന്നിട്ട് പോലും ഈ പറയുന്ന സർക്കാരിന് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരു നിയമനം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിന്റെ അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ട് വാർത്താ ചാനലിലൊക്കെ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇത് ഒരു കൂട്ടം ഒറ്റപ്പെട്ട വിദ്യാർത്ഥികളെ മാത്രം അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ മാത്രം ബന്ധപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ആരും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും ഇതിനെതിരെ രംഗത്ത് ഇറങ്ങുക തന്നെ വേണം. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ LGS പഠിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ LD പഠിക്കുന്ന ആളുകളും എല്ലാവരും ഉണ്ടാവും. ഈ പോലീസിൽ പോലും നിയമനം നടന്നിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള തസ്തികകളിൽ എന്ത് നിയമനമാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സേനയാണ് പോലീസ് സേന. ആ സേനയിൽ പോലും വേണ്ട ഒരു പ്രാതിനിധ്യം ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഈ LD LGS പോലുള്ള തസ്തികയിൽ എത്ര നിയമനം നടക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. പോലീസ് എന്ന് വെച്ചാൽ അവശ്യ സേവനങ്ങളാണ് പോലീസ്. അതിൽ ആൾക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഇവർ ആൾക്കാരെ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരുപാട് പോലീസുകാരാണ് ദിനപ്രതിയായിട്ട് മാനസിക സംഘർഷം കൊണ്ട് ആത്മഹത്യ ചെയ്യുക, അതുപോലെ തന്നെ ജോലി മതിയാക്കി പോവുകയും ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ RRF പോലീസിന്റെ ഒരു സംഭവം, RRFിൽ പോലും ഇങ്ങനെ പറഞ്ഞ കുറെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ DGP ഈ സ്ട്രെങ്ത് കൂട്ടണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇറക്കിയിരുന്നു. പക്ഷെ പിണറായി വിജയൻ സാർ പറയുന്നത് എന്താണ്, ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് സ്ട്രെങ്ത് കൂട്ടാമെന്ന് പറയാമെന്നല്ലാണ്ട് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നൊന്നും മര്യാദയ്ക്കുള്ളൊരു നിയമനം ഇവർ നടത്തുന്നില്ല. 2019 റാങ്ക് ലിസ്റ്റുകാരെ മുഴുവനായിട്ടും പറ്റിച്ച് അത്യാവശ്യം ഒരു നിയമനം നടന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അത്രയും കൊറോണ സമയത്തുള്ള ഒരു വേക്കൻസി ഒക്കെ വെച്ച് അവർക്ക് എങ്ങനെയൊക്കെ ഒപ്പിച്ച് കുറച്ച് വേക്കൻസി കൊടുത്തെന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികളാണെന്നുള്ളതാണ് മെയിൻ പോയിന്റ്.
വലിയ മാർക്ക് വാങ്ങി, അതുപോലെ തന്നെ ഫിസിക്കലിനൊക്കെ കഷ്ടപ്പെട്ട് ചെയ്ത് എത്രയോ മാസങ്ങൾ, എത്രയോ പൈസ മുടക്കി ഫിസിക്കൽ കോച്ചിങ് സെന്ററുകളും കൊടുത്ത് രാവും പകലും ഇരുന്ന് പഠിച്ച് ഫിസിക്കൽ പാസ്സായി വന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. മറ്റേ 2019 കുറച്ചുകൂടി ഒരു മുൻഗണന കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്താ കാരണം? ഇത്രയും കുറഞ്ഞ റാങ്ക് ലിസ്റ്റാണ്. കുറഞ്ഞ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് പോലും ഇവർക്ക് പോലീസിന് നിയമനം നടത്താൻ പറ്റുന്നില്ല. എപ്പോഴും ഇവർക്ക് പറയാനുള്ള ഒരു ന്യായം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ല, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. ഇത്രയും ആളുകളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സ്ഥിതി സർക്കാരിൻ്റെ മോശമാണ്. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിനും ഈ പറയുന്ന സർക്കാരിൻ്റെ അടുത്ത് പൈസ ഉണ്ട്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരിൻ്റെ അടുത്ത് പൈസ ഉണ്ട്. വാഹനം വാങ്ങാനും അതുപോലെ തന്നെ പലതരം മോഡൽ വാഹനങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള പൈസ സർക്കാരിൻ്റെ അടുത്തുണ്ട്. ചില സ്കൂളുകളിലെ മതിൽ പൊളിച്ച് അവർ തന്നെ കെട്ടിയ ഇതും ഈ പറയുന്ന സർക്കാരാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സർക്കാരിന് പോലീസിന് നിയമനം നടത്താൻ മാത്രം പൈസയില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഉദ്യോഗാർത്ഥികൾ എന്തർത്ഥത്തിലാണ്? ഇനിയിപ്പോൾ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്ന് അത് ഫിസിക്കലും നടത്തി ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരാൻ പോവുകയാണ് ഏപ്രിലിൽ. ആ ഒരു റാങ്ക് ലിസ്റ്റുകാരെയും ഇതുപോലെ തന്നെ പറ്റിക്കാനാണ് ഇവർ പോകുന്നത്. കാരണം എന്താ, ഇതിപ്പം ഏപ്രിലിൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ ഇവർ അതിന് മുന്നേ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നടക്കണ്ട. അല്ലാതെ മറ്റ് റാങ്ക് ലിസ്റ്റ് വന്ന് അതിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്. 2019 കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നൊക്കെയാണ് ഒരു അറിവ് കിട്ടിയത്. അതുപോലെ തന്നെയാണ് വരാൻ പോകുന്നത്. നല്ലൊരു നിയമനം നടന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു നല്ലൊരു ഭയങ്കര പ്രശ്നമായിട്ടാണ് കേരളത്തിൽ മാറാൻ പോകുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരു സ്വപ്ന ജോലി തന്നെയാണ് ഈ പറയുന്ന CPO. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് അവർക്ക് അർഹതപ്പെട്ട ആ ഒരു നിയമനം എത്രയും പെട്ടെന്ന് സർക്കാർ നടത്തി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ട നിയമനം എന്ത് വില കൊടുത്തും നമ്മളും ഈ പറയുന്ന LGSും LDCയും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAയും എല്ലാം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു പ്രതിഷേധം ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. അല്ലാതെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OAയ്ക്ക് പഠിക്കുന്നവർ അത് പോലീസിന് നിയമനം നടക്കുന്നില്ല, നമുക്ക് നടക്കുമെന്ന് പറഞ്ഞ് ഇരുന്നിട്ടൊരു കാര്യമില്ല. കാരണം നിങ്ങൾക്കും ഇതേ ഗതി തന്നെയാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ പറയുന്നതിൽ വളരെയധികം വശമുണ്ട്, പക്ഷെങ്കിൽ ഇതാണ് വരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഇന്ന് കാസർഗോഡ് ജില്ലയുടെ LDCയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 300 ചില്ലാൻ ആളുകൾ മാത്രമാണ് ഉൾപ്പെട്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ആ ലിസ്റ്റ് ചുരുക്കിയതുകൊണ്ട്. ഇനി ആ ലിസ്റ്റിൽ ഇപ്പോൾ പറയും എല്ലാവരും എടുക്കും പറയും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 20% ആളുകൾ എടുത്തിട്ട് പറയും ഞങ്ങൾ എല്ലാവരെയും എടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞത് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരെയും എടുക്കുക എങ്ങനെയാണ്? അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇങ്ങനത്തെ ഒരു ന്യായം പറഞ്ഞ് ഒഴിവാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം. ഈ പറയുന്ന CPO ലിസ്റ്റിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിക്ക് പ്രതികരിക്കണം. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ അവർക്കെതിരെ, ഈ പറയുന്ന സർക്കാരിനെതിരെ എന്നൊന്നും പറയുന്നില്ല, ഈ പറഞ്ഞ ഈ നിയമന നിരോധനത്തിനെതിരെ പ്രതികരിക്കണം. അതാണ് മെയിനായിട്ടുള്ളത്. ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ആളുകളെ അന്യായിക്കും നിങ്ങൾ. പക്ഷേ അതിനെപ്പറ്റി തള്ളിപ്പറയുന്ന സമയത്ത് അത് ഞങ്ങളുടെ പാർട്ടിയാണ്, അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്. ഇവർക്കെതിരെ പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും നിയമനം നടത്തണം. കാരണം ഇത്രയും സഹോദരങ്ങളുടെ ഒരു ജീവൻ്റെ പ്രശ്നം, പല ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യൻ്റെ വക്കിൽ പോലുള്ള സ്ഥിതിയിലേക്ക് ഈ ഒരു റാങ്ക് പട്ടിക പോകുന്ന അവസ്ഥയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ചാൻസിൽ ഒരുപാട് വ്യക്തികൾ ഈ പരീക്ഷ സ്വപ്നം കണ്ടെഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ഇപ്പം വന്ന ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. കാരണം അവർക്ക് ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയ ആളുകളാണ്. അവരൊക്കെ ഇതിൽ പ്രതീക്ഷ 400, 450, 500 റാങ്കുള്ള ആളുകളാണ്. നല്ല റാങ്ക് ഉള്ള ആളുകളായിട്ട് പോലും അവർക്ക് നിയമനം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതികരിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് LDCക്കും LGSനും ഒക്കെ എന്തെങ്കിലും നടക്കൂ. ഈ പോലീസിൽ പോലും 100 ആൾക്കാരെ എടുക്കാൻ പറ്റാത്ത ഈ സർക്കാരിനാണോ നിങ്ങൾ LDയിൽ 10-500 ആളെ എടുക്കാൻ പോകുന്നതിന്? ഒരിക്കലും എടുക്കൂല, അങ്ങനെ എടുക്കൂല. പോലീസിൽ പോലും എടുക്കാൻ പറ്റാത്തത് എങ്ങനെ എടുക്കാനാണ് ഈ LDയിലും LGSലും? അത് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഇത്രയും കമ്പ്യൂട്ടറും കാര്യങ്ങളെല്ലാം വന്ന് ഇതിനിടയ്ക്ക് ഇപ്പോൾ LGSന് ഒരുപാട് തസ്തിക ഉണ്ടാക്കി അങ്ങ് എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് തന്നെയാണ് പറയുക, സാമ്പത്തിക സ്ഥിതി മോശമാണ്. സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് സർക്കാരിന് എടുക്കാൻ പറ്റുന്നില്ല. പോസ്റ്റിലായിട്ടല്ല, LD LGS ഒക്കെ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ താൽക്കാലികർക്ക് ഫില്ല് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് താൽക്കാലികക്കാർ എടുക്കാനുള്ള പൈസയുണ്ട്, അതുകൊണ്ട് അത് വേറൊരു കാര്യം. ഇവർക്ക് താൽക്കാലികക്കാർ എടുക്കാനുള്ള പൈസ എപ്പോഴും ഉണ്ടാവും. അന്നേരം ഈ പറയുന്ന സാമ്പത്തിക സ്ഥിതി മോശമാണെന്നൊന്നുമില്ല. PSC കൂടെ നിയമനം നടത്തുന്നതിന് മാത്രം സാമ്പത്തിക മോശം. അത് കാരണം ഇവരെ കുടുംബക്കാരെയും അച്ഛൻ്റെ ഏട്ടൻ്റെ മോനെയും അമ്മാവിൻ്റെ മോനെയും അമ്മാവിൻ്റെ മുപ്പച്ചൻ്റെ മോനെയൊക്കെയാണല്ലോ കയറ്റുന്നത് പാർട്ടീൻ്റെ വകയില്. ഈ പാർട്ടി മാത്രമല്ല, പല പാർട്ടികളും കയറ്റിയതുണ്ട്. അതുകൂടി അതിൻ്റെ ഇടയ്ക്ക് പറയുക. അപ്പോൾ ഇപ്പം നടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു, ഇപ്പോഴത്തെ ഭരണത്തിനിടയ്ക്ക് ഇത് ചെയ്യാനുള്ള പൈസ ഉണ്ട്. പക്ഷെ എന്താണ്, PSC കൂടെ നിയമനം നടക്കുന്നതിന് മാത്രം അപ്പാട് ഖജനാവ് അടിച്ച് തൂത്ത് പോയിപ്പോ. ഇതിന് പ്രശ്നമില്ല. അങ്ങനത്തെ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. കർശനമായിട്ട് തന്നെ പറയുക. ഈ പറയുന്ന ഈ സർക്കാരിനെ പൊന്തിച്ച് പറയുന്ന ആൾക്കാരുണ്ടാവും, താത്തി പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ സർക്കാരിനെ മാത്രം പറഞ്ഞു, നമ്മൾ പാർട്ടിനെ പറ്റിയല്ല പറയുന്നത്. പാർട്ടിനെ പറ്റില്ല, ഇപ്പം ഭരിക്കുന്ന സർക്കാർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് നിയമനം നടത്തൂ. അപ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ തന്നെ 20%, 10%. ഇനി ഈ 300, 350 ഒക്കെ ആളുടെ റാങ്ക് ലിസ്റ്റിൽ ഈ പറഞ്ഞ LD ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ 20% നടത്തിയിട്ട് എത്ര നിയമനം കിട്ടുക? 50% നടത്തിയില്ലെങ്കിൽ എന്തിനാ പിന്നെ ഈ ലിസ്റ്റ് ഇടുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് LDC ഒക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ പഠിക്കുന്നതും. അതുപോലെ തന്നെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ട് എത്രയാ മാർക്ക് കട്ട് ഓഫ് വന്നത്, അല്ല എത്രയാണ് മെസ്സേജ് വന്നത്? 60 മാർക്ക് നിൽക്കുമോ ലിസ്റ്റിൽ വന്നാൽ മതിയേനും. എനിക്ക് കട്ട് ഓഫിന് 5 മാർക്ക് അതുണ്ട്, ഒരു കാര്യമില്ല. നിയമനം നടക്കേണ്ട കട്ട് ഓഫിന് 5 മാർക്ക് ഉണ്ടായിട്ട് 10 മാർക്ക് ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു 50% മിനിമം നിയമനം നടക്കണം. അതുപോലെ ഇനിയും ഇപ്പോൾ ഇവർ നടത്തൂല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നു കാലം നടക്കൂല.
ഇപ്പം ചില ആൾക്കാർ പറയാം 2019 ആൾക്കാർ പ്രതികരിച്ചില്ലേ, എന്നിട്ട് എന്താ പറ്റിയെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പ്രതികരിച്ചിക്ക്, എന്നിട്ടും അവർക്ക് കുറച്ചൊക്കെ നിയമനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിലുള്ള പോലീസ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കാം. മറ്റും നമ്മൾ ഓരോരുത്തരും ഇറങ്ങിച്ചിരിക്കണം, ഇറങ്ങി തിരിച്ചേ പറ്റൂ. അത് നമ്മളെ ഭാവിയും കൂടി മുൻകണ്ട് അയക്കണം. കാരണം ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പം CPO പഠിക്കുന്നുണ്ട്, CPO എക്സൈസ് ഓഫീസറും ഫയർമാനൊക്കെ പഠിക്കുന്നുണ്ട്. അവരെയും ബാധിക്കുന്ന കാര്യം തന്നെ. അടുത്ത ഇപ്പോൾ ഒരു സെറ്റായി നിൽക്കുക അടുത്ത റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നിയമനവും കഴിഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ CPO. അപ്പോൾ ഇത് ഇത്ര എടുത്തിട്ടില്ലെങ്കിൽ ഇനി അടുത്ത വരുന്നത് എപ്പോഴാണ് എടുക്കുക? അടുത്ത വരുന്നത് 50 ആളെ എടുക്കുക. 250 ആളെ ലിസ്റ്റ് ഇടുന്നിട്ട് 50 ആളെ എടുത്തിട്ട് പറയും ബാക്കിയുള്ളൊരു പോടുന്ന് അറിയും. ഇത് കട്ട് ഓഫ് 60 ആയിരിക്കും. അതാണോ PSC ചെയ്യേണ്ടത്? അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ഇപ്പോൾ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. അതാണ് നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്, എനിക്ക് അധികം പറയാനുള്ള വിവരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് അറിയുന്നത് പോലെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നീ എന്തെല്ലാം പൊട്ടത്തരാന്ന് പറയുന്നത്, മണ്ടത്തരാന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ആയിക്കോട്ടെ, അവരോടൊന്നേ പറയാനുള്ളൂ, എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയുന്ന പോലെ മാത്രമേ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് വളരെ നന്നാക്കിയിട്ട് എഴുതി വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മാനസികാവസ്ഥ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇതിൽ വളരെയധികം വിഷമമുണ്ട് ഇങ്ങനെ പറ്റിയത്. കാരണം ഞാനും ഒക്കെ ഈ പറയുന്ന PSC ഒക്കെ പഠിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ, എൻ്റെ ഏട്ടന്മാർ, ഇവരൊക്കെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ്. അല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ, പല ആൾക്കാരും ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ അവർക്കൊരു ചിലപ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും. നന്ദി, നമസ്കാരം.